പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാമം ജപിക്കുന്ന വീട് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായുള്ള പുതിയ സംഭവ വികാസങ്ങൾ അരുന്ധതിയെ തളർത്തി കളഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഫോൺ കോളിനെ തുടർന്ന് ആരതിയുടെ വീട്ടിലേക്ക് എത്തുന്ന കാർത്തികും കാർത്തികിന്റെ അമ്മയും ആരാണ് ആരതിയുടെ അച്ഛൻ എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് വേണ്ടി രമേശൻ നായർ തയ്യാറാവുകയും ആരതി തന്റെ മകളല്ല എന്നും അരുന്ധതി തന്റെ രണ്ടാമത്തെ ഭാര്യയാണ് എന്നുമുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും തന്റെ ആദ്യ ഭാര്യയിൽ ജനിച്ച കുട്ടിയാണ് നന്ദന എന്നും താൻ അരുന്ധതിയെ വിവാഹം കഴിച്ചപ്പോൾ 1.5 വയസ്സുകാരിയായ ആരതിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ എല്ലാവരെക്കാളും താൻ കൂടുതൽ സ്നേഹിക്കുന്നത് ആരതിയെ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന രമേശൻ നായർ അതുകൊണ്ട് തന്നെ യാതൊരു കുറവും അവൾക്ക് താൻ വരുത്തിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കാർത്തികിന്റെ അമ്മ പറയുകയും രമേശൻ നായരുടെ മകളെയാണ് തന്റെ മകന് വേണ്ടി താൻ ആലോചിച്ചത് എന്നും പക്ഷേ ആരതി നിങ്ങളുടെ മകളല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനിയും ഈ ആലോചനയുമായി മുന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർ തുറന്നു പറയുന്നു. മാത്രമല്ല ഞങ്ങളുടെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്ക് ഇല്ല എന്നും തന്റെ മകന് ആരതിയെ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹത്തിന് താൻ സമ്മതിച്ചത് എന്നും അവർ പറയുന്നു. ഇത് കേൾക്കുന്ന കാർത്തികും അമ്മയെ ധിക്കരിക്കാൻ തയ്യാറാകാതെ അമ്മയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു. എന്നാൽ ഈ അനോണിമസ് കോളിന് പിന്നിൽ ജിതേഷിന്റെ കൈകളായിരുന്നു. ആരതിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ജിതേഷിന്റെ തന്ത്രമായിരുന്നു ഇത്. ഇതേ തുടർന്ന് ആരാണ് ആരതിയുടെ അച്ഛൻ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് വേണ്ടി തയ്യാറാകുന്ന രമേശൻ നായർ ഉണ്ണി രവിവർമ്മയാണ് ആരതിയുടെ അച്ഛൻ എന്നുള്ള സത്യം തുറന്നു സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായുള്ള ഈ സംഭവ വികാസങ്ങൾ ആരതിയെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആരതി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചുപോകുന്നു. പക്ഷേ ഗോപികയും നന്ദനയുമെല്ലാം ആരതിയെ സമാധാനിപ്പിക്കുകയും ഇപ്പോഴും യാതൊരു മാറ്റവും നമ്മൾക്ക് തമ്മിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് അരുന്ധതിയോട് ഉണ്ണി രവിവർമ്മയും അരുന്ധതിയും തമ്മിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ആരതി നിങ്ങൾ അകലുന്നതിന് വേണ്ടി എന്താണ് ഉണ്ടായത് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തുത്തരമാണ് നൽകേണ്ടത് എന്നറിയാതെ അരുന്ധതി പകച്ചു പോയതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം അറിയുന്ന രമേശൻ നായർ എന്നായാലും സത്യങ്ങൾ മറനീക്കി പുറത്തു വരുമെന്നും അതുകൊണ്ട് തന്നെ താൻ ഇന്ന് തന്നെ ആ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നും ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് സത്യങ്ങൾ എല്ലാവരുടെയും മുൻപിൽ തുറന്നു പറയുന്നതിന് വേണ്ടി രമേശൻ നായർ പോവുകയും ചെയ്യുന്നു. എന്നാൽ ഉണ്ണി രവിവർമ്മയാണ് അച്ഛനെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അച്ഛനെ കാണുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹം ആരതിയുടെ മനസ്സിൽ ഉയർന്നു വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.